ഹലോ ഗൈസ്, ഞാൻ നവനീത്. ഇതെൻ്റെ പുതിയൊരു യൂട്യൂബ് ചാനലാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ എങ്ങനെ തുടങ്ങിയല്ലേ? അപ്പോൾ ഇന്ന് ഞായറാഴ്ചയായിട്ട് ഒരു അമ്പലത്തിൽ പോണ ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മളവിടുത്തെ അമ്പലം. ഞാൻ ഒരു പാലക്കാടുകാരനാണ്, പക്ഷെ ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് ഗുജറാത്തിലാണ്. അപ്പം മെയിനായിട്ട് ഇവിടെ അമ്പലത്തിൽ ഇത് അയ്യപ്പൻ്റെ അമ്പലമാണ്. അപ്പോൾ അമ്പലത്തിലൊക്കെ വന്നിട്ട് ഇവിടെ മെയിനായി ഞാൻ വരുന്നത് കൂടുതലും ഈ പ്രസാദവും കാര്യങ്ങളും ഉണ്ട്. ഇവിടെ എപ്പോഴും ഗണപതി ഹോമം ഉണ്ടാവും, ഓരോ പായസവും ഉണ്ടാവും. അപ്പോൾ പൂജയൊക്കെ തുടങ്ങി പൂജയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കുമുണ്ട്, അത്യാവശ്യം തിരക്കുണ്ട്. അപ്പോൾ രാവിലെ അമ്പലത്തിൽ പോയിട്ട് ആഹാരമൊക്കെ വാങ്ങുന്നത് ഇവിടെ നല്ല തിരക്കാണ്. അപ്പോൾ ലൈൻ നിൽക്കണ്ടേ വന്നിട്ട് അടുത്തൊരു അമ്പലത്തിലൊക്കെ പോയി അവിടേക്ക് ഒന്ന് തൊഴുതിട്ട് ഞങ്ങളവിടെ തിരിച്ച് ഫുഡിൻ്റെ അവിടെ പോയി. അപ്പോൾ ഫുഡിൻ്റെ അവിടെ എത്തിയപ്പോഴേക്കും ആഹാരം ആയി. അവിടെ നമ്മൾ ഓർഡർ ചെയ്തത് കമ്മണാണ്. കമ്മൺ പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ സൂറത്തുകാരുടെ ഒരു ഫുഡാണ്. അത് പറഞ്ഞാൽ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റും എടുത്തൊരു ഫുഡാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ ഓർഡർ. അപ്പോൾ അതും വാങ്ങിയിട്ട് വണ്ടി എടുത്തത് ഞങ്ങൾ റൂമിൽ പോയി കഴിക്കാമെന്നുള്ള ഒരു മൈൻഡിലാണ്. അപ്പോൾ പാർസലൊക്കെ വാങ്ങി എന്നിട്ട് വീട്ടിലൊക്കെ സെറ്റപ്പ് ചെയ്തു. മിച്ചറും സേവൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെളിക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ആണെങ്കിൽ നല്ല വെയിൽ. പിന്നെ അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഉച്ചയ്ക്ക് വേറെ സ്ഥലത്ത് ഫുഡിന് വിളിച്ചിട്ടുണ്ട്. നമ്മളൊരു കസിനാണ്, അപ്പോൾ അവരുടെ വീട്ടിൽ ഫുഡിന് വിളിച്ചിട്ടുണ്ട്. നല്ല വെയിൽ നടക്കുകയാണ്, കൈയും കാലൊക്കെ കയറുന്നത്. പിന്നെ തൊപ്പിയും മാസ്കൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ പിന്നെ ഞാൻ അവിടെ എത്തുമ്പോഴേക്കും ഫുഡ് തുടങ്ങി. അപ്പോൾ വേഗം പോയി കൈയൊക്കെ വഴിയിട്ട് കഴിച്ചു. അപ്പോൾ പായസം കിട്ടി. പായസവും കഴിച്ച് നല്ല രസം. അപ്പോൾ പിന്നെ എല്ലാവരും കൂടെ ഇങ്ങനെ ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഇരുന്ന് ഇനിയിപ്പോൾ ഓരോ ആൾക്കാരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവരങ്ങനെയാണ്, അവരെ എങ്ങനെയാണ്, അത് കഴിയുമ്പോഴേക്കും ഓരോ സിനിമയൊക്കെ കിട്ടും. അവരൊക്കെ പോയി കടന്നപ്പോഴേക്കും ഞാൻ മെല്ലെ ഓരോ സിനിമയൊക്കെ ഇട്ടത് കണ്ടുകൊണ്ടിരിക്കുക. സിനിമ എന്നൊന്നും അറിയില്ല, എന്നാലും കാണുന്നുണ്ട്. ഇനിയിപ്പോൾ നേരെ വീട്ടിൽ പോവാണ്. വീട്ടിൽ പോയിട്ട് വേണം ഒന്ന് മുടിയൊക്കെ വെട്ടണം വേണ്ടിയിട്ടുള്ള പ്ലാൻ. ഞായറാഴ്ച അതാ പ്രശ്നം, ഒന്ന് വീട്ടിൽ പോയി മുടിയൊക്കെ വെട്ടണം എന്നുള്ള ഒരു പരിപാടിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ മുടി വെട്ടാൻ ഉള്ള ഒരു ഇതില്ല. വീട്ടിലൊക്കെ ആണെങ്കിൽ ഞായറാഴ്ച മുടിയാണ് വെട്ടുക. ഞായറാഴ്ച അങ്ങനെ പോകും. വണ്ടി എടുത്ത് ചാവി ഇട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ സ്റ്റാർട്ട് ആവില്ല. പെട്ടു വണ്ടി ഇപ്പോൾ സ്റ്റാർട്ട് ആവാണ്ടേ. അപ്പോൾ അത് ആ മുക്കിൽ കിടന്നു. ഇനിയിപ്പോൾ നടന്നു പോയിട്ട് മുടി വെട്ടണം എന്നുള്ള ഇതായി. ബാർബർ ഷോപ്പ് എത്തി. അവിടെ നല്ല തിരക്കും. എൻ്റെ അടുത്തിരിക്കുന്ന ഒരു ചങ്ങായിയാണ് ഈ ഫോൺ നോക്കിയത്. അതിൻ്റെ ഉള്ളിൽ കയറി തോന്നുവേ. എനിക്കാണെങ്കിൽ നല്ലോണം മുടി പോയി ഭ്രാന്ത്. ഇവിടെയാണെങ്കിൽ പിന്നെ നമ്മുടെ അവിടുത്തെ മാതിരിയല്ല, ഭയങ്കര തിരക്കാണ്. ലൈനൊക്കെ നിൽക്കണം. ഞാൻ പിന്നെ ചാടിക്കയറിയിരുന്നു. അപ്പോൾ ഇതാണ് മുടി വെട്ടിയ അവസ്ഥ. വേഗം മുടിയും വെട്ടി അവസ്ഥയായി. ഇങ്ങനെയൊക്കെയാണെങ്കിൽ എൻ്റെ വീട്ടിൽ ചീത്ത കേട്ടിട്ടുണ്ടാവും. ഞാനിപ്പോൾ വീട്ടിലാണെങ്കിൽ ഇങ്ങനെ മുടി വെട്ടിയ വീണ്ടും വിട്ടാക്കിയിട്ടുണ്ടാവും മുടി വെട്ടാൻ വേണ്ടി. അത് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും വീട്ടിൽ നിന്ന് താഴെ എന്തൊക്കെയോ പരിപാടികളാണെന്നു ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടെ എന്നാൽ പിന്നെ വണ്ടി ശരിയാക്കി. അപ്പോൾ എൻ്റെ റൂംമേറ്റ് വണ്ടിയൊക്കെ ശരിയാക്കിയിട്ട് വന്നു രാത്രി. അപ്പോൾ നമുക്ക് വെളിയിൽ നിന്ന് കഴിക്കാം. ഞാൻ പറഞ്ഞാണ് അവിടെ താഴെ ഫുഡുണ്ട്, അവിടെ നിന്ന് കഴിക്കാം. അപ്പോൾ വേണ്ട, നമുക്ക് വെളിയിൽ നിന്ന് കഴിക്കാം. ഓ ശരി, എന്നാൽ പിന്നെ അങ്ങനെ നമ്മളിന്നത്തെ ഹോട്ടൽ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നല്ല ഹോട്ടൽ എവിടെയാണ്. അങ്ങനെ അവസാനം എത്തി, ഒരു തട്ടുകട എത്തി. ഞങ്ങൾ പോയി ഒരു തട്ടുകട വരെ എത്തി. ഇവിടെ ആണെങ്കിൽ ഒന്നും അധികം സ്പെഷ്യലൊന്നുമില്ല, പക്ഷേ എന്നാലും എഗ്ഗ് ചോറും മുട്ട ബിരിയാണിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. മുട്ട, കോഴിമുട്ട, അതെങ്ങനെയാണ് ഉണ്ടാക്കുക അവർ? ഇത് എന്താണ് എഗ്ഗ് ബിരിയാണി അങ്ങനെ എന്തോ സാധനമാണ് ഇത്. ഇവർ ബണ്ണ് വെച്ചിട്ട് പാവ് വെച്ചിട്ട് ഒരു സാധനം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ രാത്രി എല്ലാവരും കഴിക്കുന്ന ഫുഡ്. ഇതാണ് എൻ്റെ റൂംമേറ്റ്. അപ്പോൾ ഇയാൾ പിന്നെ നമുക്കാണെങ്കിൽ നല്ല വിശപ്പ്. ഈ ചങ്ങായിയാണെങ്കിൽ ഞങ്ങളുടെ അടുത്ത് കൂടെ വേറുള്ളവർക്കൊക്കെ ആഹാരം കൊടുക്കുകയാണ്. ഞങ്ങൾക്കാണെങ്കിൽ ആഹാരം എത്തിയിട്ടില്ല. ഞങ്ങളവിടുത്തെ പ്ലേറ്റൊക്കെ എടുത്തുകൊണ്ട് പോയി. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് കിട്ടും തോന്നുന്നു. വേഗം ഏട്ടാ, നല്ല വിശപ്പുമുണ്ട്. ആ ചങ്ങായി അപ്പിക്കും സീറ്റ് കിട്ടി വന്നപ്പോൾ അപ്പുറത്ത് പോയിരുന്നു. അപ്പിക്കും ഞങ്ങൾക്ക് ആഹാരമൊക്കെ വന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇതിങ്ങനെ നോക്കിയിരിക്കാനാണ് പ്രശ്നം. അടുത്ത സാധനം വരണം, എന്നാലേ ഇത് കഴിക്കാൻ പറ്റുള്ളൂ. അതും കൂടെ കഴിക്കേണ്ട സാധനമാണ്. അതാണെങ്കിൽ തരുന്നില്ല. അവിടെ ആണെങ്കിൽ നമുക്ക് വിശന്നിട്ടും വയ്യ. അപ്പോഴേക്കും എത്തി. ഞങ്ങൾക്ക് അത് സാധനം കൊണ്ടുവന്നു, പ്രാഗി കൊണ്ടുവന്നു. പിന്നെ ഇനിയിപ്പോൾ ഞങ്ങളത് കഴിക്കാൻ പോണ്. ഇതാണ് ഞങ്ങളെ ഇന്നത്തെ ആഹാരം. രാത്രിയിലത്തെ ആഹാരം ഇങ്ങനെ പോയി. പിന്നെ ഞാൻ പാർസലും കുറച്ച് സാധനങ്ങളും വാങ്ങി ചെറുതായിട്ട് നാളേക്ക്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബായ്.